പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചർ. അവധിക്കാലൊക്കെ അടിച്ചു പൊളിക്കാവല്ലോ എല്ലാവരും. കളിച്ച് തിമിർത്ത് നല്ല രസമായിട്ട് നടക്കണല്ലേ. അതിൻ്റെ ഇടയിൽ ടീച്ചർ ചെറുതായിട്ടൊന്ന് അക്ഷരം പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമോ? ഇല്ലല്ലോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അം എന്ന അക്ഷരവും അം എന്ന ചിഹ്നമാണ്. അപ്പോൾ നമ്മുടെ സ്വരചിഹ്നങ്ങളും സ്വരാക്ഷരങ്ങളും ഇന്നത്തോടു കൂടി പൂർത്തിയാവുകയാണ്. അപ്പോൾ അതിൻ്റെ അവസാനത്തെ അക്ഷരമാണ് അം എന്നുള്ളത്. അതിൻ്റെ സ്വരചിഹ്നവും സ്വരാക്ഷരവുമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും റെഡിയല്ലേ? കുറച്ച് നേരം ഇതിനായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. എല്ലാവരും എന്നാ ഓടി വരി. ഇന്ന് ടീച്ചറെ കുറച്ച് പുതിയ പദങ്ങൾ, വാക്കുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആദ്യം ചെറിയ കുട്ടികൾക്ക് ഇത്തിരി പ്രയാസമുള്ള വാക്കുകളായതുകൊണ്ടാണ് ടീച്ചർ ആ വാക്കുകളൊന്ന് ആദ്യം പറഞ്ഞു തരുന്നത്. എന്നിട്ട് ടീച്ചർ ആ വാക്കുകൾ വെച്ചിട്ടൊരു കവിത ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കവിതയും ടീച്ചർ ചൊല്ലിത്തരാം. അപ്പോൾ വാക്കുകളൊന്ന് പരിചയപ്പെടാം നമുക്ക് കേട്ടോ. ആ ചിത്രം നോക്കുക, ആ വാക്കുകളും നോക്കുക. ആദ്യത്തെ വാക്ക് നോക്കൂ, അംബുജം. അംബുജം എന്ന് പറഞ്ഞാൽ താമര എന്നാണ് അർത്ഥം. അം എന്ന അക്ഷരം കണ്ടോ. രണ്ടാമത്തെ അമ്പരം. അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശം. അവിടെ അം എന്ന അക്ഷരമുണ്ട്. അടുത്തത് അമ്പുധി. അമ്പുധി എന്ന് പറഞ്ഞാൽ കടൽ. അതിലും അം എന്ന് തുടങ്ങുന്ന വാക്കാണ്. ഇനി അംശു. അംശു എന്ന് പറഞ്ഞാൽ സൂര്യരശ്മി. അവിടെ നോക്കൂ, സൂര്യൻ്റെ രശ്മിക്കാണ് അംശു എന്ന് പറയുക. അടുത്തത് അംശുകം. അംശുകം എന്ന് പറഞ്ഞാൽ വസ്ത്രം. സൂര്യൻ്റെ വെളിച്ചം കൊണ്ട് വസ്ത്രം ഉടുത്ത് നിൽക്കുകയാണ് ഭൂമി, വെയിൽ കൊണ്ടിട്ട് അല്ലേ. അംശുമാൻ. അംശുമാൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് അർത്ഥം. അംശുമാൻ. അടുത്തത് അംഭസ്. അംഭസ് എന്ന് പറഞ്ഞാൽ മേഘം. അടുത്തത് അങ്കുലി. അങ്കുലി എന്ന് പറഞ്ഞാൽ വിരലുകൾ. അടുത്തത് അമ്പ. അമ്പ എന്ന് പറഞ്ഞാൽ ജലം, വെള്ളം എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. ഇനി നമുക്ക് ഈ വാക്കുകൾ വെച്ച് ഒരു കവിത കേൾക്കാം. അംബുജം നിറഞ്ഞ പൊയ്കകൾ, അമ്പരം നിറച്ചു താരകൾ, അലയിലിളകി മറിയും അമ്പുതി, അംശു കൊണ്ടണിഞ്ഞു അംശുകം, അംശുമാൻ തിളങ്ങുമമ്പരം, അംബസുമായലയും മുകിലുകൾ, അങ്കുലികൾ നീട്ടി നിൽക്കുമടവികൾ, അമ്പയില്ലാതൊന്നുമില്ല ഭൂമിയിൽ, അമ്പയെ നമിച്ചിട നമുക്കൊന്നായി, അമ്പയെ നമിച്ചിട നമുക്കൊന്നായി. അംബുജം നിറഞ്ഞ പൊയ്കകൾ, അതായത് താമരപ്പൂക്കൾ നിറഞ്ഞ പൊയ്കകൾ എന്നുള്ള അർത്ഥമാണ്. അമ്പരം നിറച്ചു താരകൾ, ആകാശം. അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശം. ആകാശത്ത് നിറയെ നക്ഷത്രങ്ങൾ. അലയിലിളകി മറിയും അമ്പുധി. അമ്പുധി എന്ന് പറഞ്ഞാൽ കടൽ എന്നാണ് അർത്ഥം. അപ്പോൾ തിരമാലകൾ കൊണ്ട് ഇളകി മറിയുന്ന കടൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അംശു കൊണ്ടണിഞ്ഞു അംശുകം. അംശു എന്ന് പറഞ്ഞാൽ സൂര്യരശ്മി എന്നാണ് അർത്ഥം. സൂര്യൻ്റെ രശ്മിയാണ് വെയിൽ അല്ലേ. ആ വെയിൽ കൊണ്ട് വസ്ത്രം അണിഞ്ഞു നിൽക്കുന്ന ഭൂമി, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അംശുകം എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്നാണ് അർത്ഥം. അംശുമാൻ തിളങ്ങും അമ്പരം. അംശുമാൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ. സൂര്യൻ തിളങ്ങി നിൽക്കുന്ന അമ്പരം. അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശം. അംഭസ്സുമായി അലയും മുകിലുകൾ. അംഭസ് എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ് അർത്ഥം. വെള്ളവുമായി കൊണ്ട് അലഞ്ഞു നടക്കുന്ന മുകിലുകൾ. മുകിലുകൾ എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ. അങ്കുലികൾ നീട്ടി നിൽക്കും അടവികൾ. അങ്കുലികൾ എന്ന് പറഞ്ഞാൽ വിരലുകൾ. അടവികൾ എന്ന് പറഞ്ഞാൽ കാട്. കാടിൻ്റെ വിരലുകളാണ് ആ മരങ്ങളായിട്ട് സങ്കല്പിക്കുന്നത്. അപ്പോൾ ആ അങ്കുലികൾ നീട്ടി നിൽക്കുന്ന അടവികൾ, വിരലുകൾ നീട്ടി നിൽക്കുന്ന കാടുകൾ.
അമ്പയില്ലാതൊന്നുമില്ല ഭൂമിയിൽ. അമ്പ എന്ന് പറഞ്ഞാൽ അവിടെ ജലം എന്നാണ് അർത്ഥം. ജലമില്ലാതെ ഈ ഭൂമിയിൽ ഒന്നും ഉണ്ടാവില്ല. ജലമില്ലെങ്കിൽ ഒന്നുമില്ല എന്നാണ് അർത്ഥം. അമ്പയെ നമിച്ചിടാം നമുക്കൊന്നായി. അവിടെ അമ്പ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയാണ്, മാതൃഭൂമി. നമ്മുടെ ഈ ഭൂമിയെ നമുക്ക് നമിച്ചിടാം. ഇനി എന്നുള്ള അക്ഷരം എങ്ങനെ എഴുതാം നോക്കാം. നമ്മൾ ആന്ന് എഴുതാൻ പഠിച്ചിട്ടുണ്ടല്ലേ. ആദ്യം ആന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ അടുത്ത് ഒരു പൂജ്യം ഇടുക. പൂജ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ടീച്ചർ എളുപ്പം പറയുകയാണ്. അതിന് പൂജ്യം എന്നല്ല പറയുക, അനുസ്വാരം എന്നാണ് പറയുക. ആ അനുസ്വാരം ഇട്ട് കഴിഞ്ഞാൽ എന്ന് വായിക്കണം. അപ്പം ആദ്യം എന്ന് എഴുതുക. അതിൻ്റെ അടുത്ത് ചെറുതാക്കിയിട്ട് ഇടണം, വലുതാക്കിയിടരുത് കേട്ടോ. ചെറിയൊരു പൂജ്യം, അതായത് അനുസ്വാരം ഇട്ട് കഴിഞ്ഞാൽ എന്ന് വായിക്കണം. ഇതാണ് എന്ന് വരുന്ന വാക്കുകൾ ടീച്ചർ ആദ്യം പരിചയപ്പെടുത്തി. എങ്കിലും ഒന്നുകൂടെ ടീച്ചർ വായിച്ചുതരാം. അംബുജം, അംബരം, അംബുധി, അംശു, അംശുകം, അംശുമാൻ, അംഭസ്, അങ്കുലി, അംബ. ഇനി എന്ന ചിഹ്നം എങ്ങനെയാണെന്ന് നോക്കാം. ഒരനുസ്വാരം ഇട്ട് കഴിഞ്ഞാൽ എന്ന ചിഹ്നമായി. ഓരോ അക്ഷരത്തിൻ്റെ കൂടെയും അനുസ്വാരം ചേർത്താൽ എങ്ങനെ വായിക്കുക നോക്കാം. ക എന്നുള്ളതിൻ്റെ കൂടെ അനുസ്വാരം ചേർത്താൽ കം എന്ന് വായിക്കണം. ത എന്ന അക്ഷരത്തിൻ്റെ കൂടെ അനുസ്വാരം ചേർത്താൽ തം എന്ന് വായിക്കണം. ടായുടെ കൂടെ ചേർത്താൽ ടം എന്ന് വായിക്കണം. ഇനി മറ്റക്ഷരങ്ങളുടെ കൂടെ എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊന്ന് വായിച്ച് നോക്കാം. കം, ചം, ടം, തം, പം, ണം, നം, മം, രം, ലം, വം, ശം, ഷം, സം, ഹം, റം. ഇനി നമുക്ക് ഒരു പാട്ട് പാടാം. നോക്കിക്കോളൂ കേട്ടോ. കതിരുകളാടും പാടം കതിരോനെത്തും നേരം കളിയാടുന്നൊരു കാലം പാടാം നല്ലൊരു ഗാനം. ഓടക്കുഴലിൻ നാദം ഓണപ്പാട്ടിന്നീണം ഓർത്തു നടക്കും നേരം ഓളം തുള്ളും മാനസം. കവിതകൾ ചൊല്ലി രസിക്കാം, കുഞ്ഞിക്കഥകൾ പറയാം, കാറ്റിൻ കുളിരിൽ മയങ്ങാം, കനിവുള്ളവരായി തീരാം. കാടും മലയും കാത്തിടാം, കടമകൾ ചെയ്തു നടന്നിടാം, കാര്യക്കാരായി മാറിടാം, കർമ്മം നന്നായി ചെയ്തിടാം. ഈ പാട്ടിൽ എന്ന ചിഹ്നം വരുന്ന ഒരുപാട് വാക്കുകളുണ്ട്. ആ വാക്കുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. പാഠം, നേരം, കാലം, ഗാനം. എല്ലാ അവസാനത്തെ അക്ഷരം നോക്കുക, എന്ന ചിഹ്നം ചേർന്ന് വരുന്നുണ്ട്. അടുത്തത് നോക്കാം നമുക്ക്. നാദം, ഈണം, ഓളം, മാനസം. അടുത്തത് രസിക്കാം. അവിടെ എന്താ പ്രത്യേകത? എന്ന ചിഹ്നവും എന്ന ചിഹ്നവും വരുന്നുണ്ട്. നടക്കാം, ചൊല്ലാം, പറയാം. ഇനി അടുത്തത് നോക്കൂ. കാത്തിടാം. അവിടെയുണ്ട് എന്ന ചിഹ്നവും എന്ന ചിഹ്നവും ചേർന്ന് വരുന്നുണ്ട്. നടന്നിടാം, മാറിടാം, ചെയ്തിടാം. അപ്പോൾ രണ്ട് ചിഹ്നം ഒന്നിച്ച് വരുന്നുണ്ട് അവിടെ. കണ്ടില്ലേ എല്ലാവരും? ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് നോക്കൂ. ഇതേപോലെ രണ്ട് ചിഹ്നം ഒന്നിച്ച് വരുന്നുണ്ട്. എന്ന ചിഹ്നവും എന്ന ചിഹ്നവും. കാടും മലയും കാറ്റും കുളിരും. കണ്ടോ? എന്നുള്ള അക്ഷരം പഠിച്ചു കഴിഞ്ഞു. എന്ന് ചിഹ്നം വരുന്ന വാക്കുകളാണ് നമ്മൾ പിന്നെ പഠിച്ചത് അല്ലേ? അത് വെച്ചിട്ടൊരു പാട്ട്, ഒരു കുട്ടിപ്പാട്ട് നമ്മൾ പഠിച്ചു അല്ലേ? അതിൽ ഒരുപാട് വാക്കുകളുണ്ട് എന്ന് വരുന്നത് അല്ലേ? അപ്പോൾ എന്ന് എഴുതാൻ ഒരു പണിയില്ല. ഒരു പൂജ്യട എന്നല്ല അതിന് പറയാം. അതിന് പറയുന്ന ഒരു പേരുണ്ട്. എന്ത്? അനുസ്വാരം എന്നാണ് അതിന് പറയുക.
അപ്പം അത് ഇട്ട് കഴിഞ്ഞാൽ എന്ന ചിഹ്നമായി. എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇനി പുതിയ വാക്കുകൾ കണ്ടെത്തി പഠിക്കണം. നിങ്ങൾ കഥാപുസ്തകങ്ങളൊക്കെ വായിക്കണം. അതിലൊക്കെ ഇങ്ങനത്തെ ചിഹ്നം വരുന്ന വാക്കുകൾ ഉണ്ടാവും. അതൊക്കെ കണ്ടെത്തി വായിക്കുക. നോട്ട് പുസ്തകത്തിൽ അതൊക്കെ എഴുതി വെക്കുക. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയ കഥയോ കവിതയോ പാട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കൂ. അങ്ങനെയാണ്, സ്വന്തമായിട്ട് എഴുതാൻ കഴിയണം. അപ്പോഴാണ് നല്ല കുട്ടികളാവുക. കേട്ടില്ലേ? അപ്പോൾ സ്വരചിഹ്നങ്ങളും സ്വരാക്ഷരങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ പുതിയ അക്ഷരങ്ങൾ ഇനി പഠിക്കാണ്ട് ഒരുപാട്. അപ്പം അതുമായിട്ട് ടീച്ചർ വരാം. അപ്പം എല്ലാവരും നന്നായി കളിക്കുക, നന്നായി പഠിക്കുക, നല്ല കുട്ടികളാവുക. അമ്മ പറഞ്ഞതൊക്കെ കേൾക്കണം, അധ്യാപകർ പറഞ്ഞത് അനുസരിക്കണം. അനുസരണ വിദ്യാർത്ഥി ലക്ഷണം എന്നാണ് പറയുക. വിദ്യാർത്ഥികളുടെ ആദ്യത്തെ ലക്ഷണം അനുസരിക്കുക എന്നുള്ളതാണ്. അത് പഠിക്കുക. കുട്ടികളെ നല്ല കുട്ടികളായിരിക്കും. ബൈ.